നമസ്തേ. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഏകദന്തം മഹാകായം തപ്തകാഞ്ചനസന്നിഭം ലംബോദരം വിശാലാക്ഷം വന്ദേഹം ഗണനായകം. ഗുരുർബ്രഹ്മ ഗുരുർവിഷ്ണു ഗുരുർദേവോ മഹേശ്വര, ഗുരു സാക്ഷാത് പരം ബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. ലോകാഭിരാമം രണരംഗധീരം രാജീവനേത്രം രഘുവംശനാഥം, കാരുണ്യരൂപം കരുണാകരം തം ശ്രീരാമചന്ദ്രം ശരണം പ്രപദ്ധ്യേ. ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്ര ജയ, ശ്രീരാമ രാമ ശ്രീരാമഭദ്ര ജയ, ശ്രീരാമ രാമ സീതാവിരാമ രാമ, ശ്രീരാമ രാമ ലോകാഭിരാമ ജയ, ശ്രീരാമ രാമ രാവണാന്തക രാമ, ശ്രീരാമ മമ ഹൃദി രമതാം രാമ രാമ, ശ്രീരാഘവാത്മാ രാമ ശ്രീരാമ രമാപദേ, ശ്രീരാമ രമണീയ വിഗ്രഹ നമോസ്തുതേ. നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമഃ. ശ്രീരാമനാമം പാടി വന്ന പൈങ്കിളിപ്പെണ്ണെ, ശ്രീരാമചരിതം നീ ചൊല്ലിയിടുമടിയാതെ, ശാരിക പൈതൽ താനും വന്ദിച്ചു വന്ദ്യന്മാരെ, ശ്രീരാമസ്മൃതിയോടെ പറഞ്ഞു തുടങ്ങിനാൻ. അയോധ്യാകാന്ഡത്തിലെ അഭിഷേക വിഘ്ന ഭാഗമാണ് നമ്മൾ വായിച്ചുകൊണ്ടിരിക്കുന്നത്. ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്ര ജയ, മന്ദര ചൊന്ന പോലെ അതിനേതുമൊരു അന്തരം കൂടാതെ ചെന്നു കൈകേയും പത്യം ഇതൊക്കെ തനിക്കെന്നു കൽപ്പിച്ചു. ചിത്തമോഹേന കോപാലയം മേവിനാൾ കൈകേയി മന്ദരയോട് ചൊന്നാളിനി, രാഘവൻ കാനനത്തിനു പോവോളവും ഞാനിവിടെ കിടന്നിടുവനല്ലായിൽ പ്രാണനെയും കളഞ്ഞിടുവൻ നിർണയം. ഭൂപരിത്രണാർത്ഥമിന്നു ഭരതനു ഭൂപതി ചെയ്താൻ അഭിഷേകമെങ്കിൽ ഞാൻ വേറെ നിനക്കു ഭോഗാർത്ഥമായി നൽകുവാൻ. 100 ദേശങ്ങൾ അതിനില്ല സംശയം, ഏതുമിതിനൊരിളക്കം വരായിൽ നീ ചേതസി ചിന്തിച്ച കാര്യം വരും ദൃഢം എന്നു പറഞ്ഞു പോയിടിനാൾ മന്ദര. പിന്നെ യവണ്ണമനുഷ്ഠിച്ചു രാജ്ഞിയും, ധീരനായേറ്റം ദയാന്യുതനായി ഗുണാചാര സംയുക്തനായി നീതിജ്ഞനായി നിജ ദേശികവാക്യസ്ഥിതനായി, സുശീലനായ ശുദ്ധനായി വിദ്യാനിരതനായി ശിഷ്ടനായുള്ളവനെങ്ങിരിക്കലും, ദുഷ്ടസംഗം കൊണ്ടു കാലാന്തരത്തിനാൽ സജ്ജനത്താൽ നിന്ദ്യനായി വന്നുകൂടും ദൃഢം. ദുർജന സംസർഗമേറ്റ മകലവേ വർജിക്ക വേണം പ്രയത്നേന സൽപ്പുമാൻ. കജ്ജളം പറ്റിയാൽ സ്വർണവും നിഷ്പ്രഭം, എങ്കിലോ രാജാ ദശരഥനാഥരാൽ പങ്കജനേത്രാഭ്യുദയം നിമിത്തമായി മന്ത്രിപ്രവൃത്തികളോടും പറഞ്ഞുകൊണ്ട് അന്തഃപുരമകം ബുക്കരുളിയിടിനാൻ. ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്ര ജയ, അന്നേരമാത്മപ്രിയതമയാകിയ തന്നെ പത്നിയെ കാണായിക കാരണം എത്രയും വിഹ്വലനായൊരു ഭൂപനും ചിത്തതാരിങ്കൽ നിരൂപിച്ചതീദൃശം. മന്ദിരം തന്നിൽ ഞാൻ ചെന്നുകൂടും വിധോ മന്ദസ്മിതം ചെയ്തരികെ വരും പുരാ. സുന്ദരിയാമിവളിന്നെങ്ങു പോയിനാൾ മന്ദമാകുന്നിതൻ ഉന്മേഷമാനസേ. ചൊല്ലുവിന്ദാസികളെ ഭവൽ സ്വാമിനി കല്യാണഗാത്രി മറ്റെങ്ങു പോയിടിനാൾ. ഏവം നരപതി ചോദിച്ചതിനുത്തരം ദേവി തന്നാളികളും പറഞ്ഞിടിനാൻ. ക്രോധാലയം പ്രവേശിച്ചിതതിന്മൂലം ഏതുമറിഞ്ഞീല ഞങ്ങളോ മന്നവാ. ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്ര ജയ, തത്ര ഗത്വാ നിന്തിരുകടി ദേവിതൻ ചിത്തമനുസരിച്ചിടുക വൈകീടാതെ എന്നതു കേട്ടു ഭയേന മഹീപതി. ചെന്നങ്ങരികത്തിരുന്നു സസംഭ്രമം മന്ദമന്ദം തലോടി തലോടി, പ്രിയേ സുന്ദരി ചൊല്ലു ചൊല്ലെന്തിതോ വല്ലഭേ. നാഥേ വെറും നിലത്തുള്ള പൊടിയണിൻ ആതങ്കമൂടു കിടക്കുന്നതെന്തു നീ. ചേതോ വിമോഹനരൂപേ ഗുണശീലേ ഖേദമുണ്ടായതെന്നോടു ചൊൽകടോ. ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്ര ജയ,
മൽപ്രജാവൃന്ദമായുള്ളവരാരുമേ വിപ്രിയം ചെയ്യുകയുമില്ല നിനക്കെടോ. നാരികളോ നരന്മാരോ ഭവതിയോടൊരു വിപ്രിയം ചെയ്തതു വല്ലഭേ. ദണ്ഡ്യനെന്നാകിലും വധ്യനെന്നാകിലും ദണ്ഡമെനിക്കതിനില്ല നിരൂപിച്ചാൽ. നിർധനൻ എത്രയും ഇഷ്ടൻ നിനക്കെങ്കിൽ അർത്ഥപതിയാക്കി വയ്പ്പേനവനെ ഞാൻ. അർത്ഥവാനേറ്റ മനിഷ്ടൻ നിനക്കെങ്കിൽ നിർധനനാക്കുവാനെന്നും അവനെ ഞാൻ. വധ്യനെ നൂനം അവധ്യനാക്കിയിടുവാൻ വധ്യനാക്കിയിടാമവധ്യനെ വേണ്ടുകിൽ. നൂനം നിനക്കധീനം മമ ജീവനം മാനിനി ഖേദിപ്പതിനെന്തു കാരണം. ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്രാജയാ. മൽപ്രാണനേക്കാൾ പ്രിയതമനാകുന്നതിപ്പോൾ എനിക്കുമൽ പുത്രനാം രാഘവൻ. അങ്ങനെയുള്ള രാമൻ മമനന്ദനൻ മംഗലശീലനാം ശ്രീരാമനാണേ ഞാൻ. അങ്കനാരത്നമേ ചെയ്വൻ തവഹിതമിങ്ങനെ ഖേദിപ്പിയായികമാം വല്ലഭേ. ഇത്തം ദശരഥൻ കൈകേയി തന്നോടു സത്യം പറഞ്ഞതു കേട്ടു തെളിഞ്ഞവൾ. കണ്ണുനീരും തുടച്ചുത്താനവും ചെയ്തു മന്നവൻ തന്നോടു മന്ദമുര ചെയ്താൻ. ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്രാജയാ. സത്യപ്രതിജ്ഞനായുള്ള ഭവാൻ മമ സത്യം പറഞ്ഞതു നേരെങ്കിലെന്നുടെ പത്യമായുള്ളതിനെ പറഞ്ഞിടുവൻ. വ്യർത്ഥമാക്കിയിടായിക സത്യത്തെ മന്നവാ. എങ്കിലോ പണ്ടു സുരാസുരയോധേന സങ്കടം തീർത്തു രക്ഷിച്ചേൻ ഭവാനെ ഞാൻ. സന്തുഷ്ടചിത്തനായി അന്നു ഭവാൻ മമ ചിന്തിച്ചു രണ്ടു വരങ്ങൾ നൽകിയില്ലയോ. വേണ്ടുന്ന നാളപേക്ഷിക്കുന്നതുണ്ടെന്നു വേണ്ടും വരങ്ങൾ തരികെന്നു ചൊല്ലിനാൻ. വച്ചിരിക്കുന്നു ഭവാങ്കലതു രണ്ടും ഇച്ഛയുണ്ടിന്നു വാങ്ങിയിടുവാൻ ഭൂപതേ. എന്നതിലൊന്ന് രാജ്യാഭിഷേകം ഭവാനിന്നു ഭരതനു ചെയ്യണമെന്നതും പിന്നെ മറ്റേതു രാമൻ വനവാസത്തിനിന്നു തന്നെ ഗമിക്കണമെന്നുള്ളതും. ഭൂപതി വീരൻ ജടാവൽക്കലം പൂണ്ടു താപസവേഷം ധരിച്ചു വനാന്തരേ. കാലം 14 വത്സരം വാഴണം. മൂലഫലങ്ങൾ ഭുജിച്ചു മഹീപതേ. ഭൂമി പാലിപ്പാൻ ഭരതനെ അയക്കണം. രാമനുഷസീവനത്തിനു പോകണം എന്നിവ രണ്ടു വരങ്ങളും നൽകിയിലിന്നു മരണമെനിക്കില്ല നിർണയം എന്നു കൈകേയി പറഞ്ഞോരനന്തരം മന്നവൻ മോഹിച്ചു വീണാനവനിയിൽ. ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്രാജയാ. വജ്രമെറ്റദ്രീപതിച്ച പോലെ ഭുവി സജ്വരചേതസാ വീണിതു ഭൂപനും. പിന്നെ മുഹൂർത്തമാത്രം ചെന്ന നേരത്തു കണ്ണുനീർ വാർത്തു വിറച്ചു നൃപാധിപൻ. ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്രാജയാ. ദുസ്സഹവാക്കുകൾ കേൾക്കായതെന്തയ്യോ ദുസ്വപ്നമാഹന്ത കാൺകയോ ഞാനിക. ചിത്തഭ്രമം ബലാലുണ്ടാകയോ മമ. മൃത്യുസമയവസ്ഥിതമാകയോ കിമേതൽ കൃതം ശങ്കരാ ദൈവമേ. പങ്കജലോചനാഹ പരബ്രഹ്മമേ. വ്യാക്രിയെ പോലെ സമീപേ വസിക്കുന്ന മൂർഖമതിയായ കൈകേയി തന്മുഖം നോക്കി ഭയം പൂണ്ടു ദശരഥൻ ദീർഘമായി വീർത്തേവമുര ചെയ്തു. എന്തീ വണ്ണം പറയുന്നതു ഭദ്രേ നീ. എന്തു നിന്നോടു പിഴച്ചിതു രാഘവൻ. മൽപ്രാണഹാനികരമായ വാക്കുകൾ ഇപ്പോഴുര ചെയ്വതിനെന്തു കാരണം. എന്നോടു രാമഗുണങ്ങളെ വർണ്ണിച്ചു ഉന്നമെല്ലാം നീ പറഞ്ഞു കേൾപ്പുണ്ടു ഞാൻ. എന്നെയും കൗസല്യാദേവിയെയും അവൻ തന്നുള്ളിലൊരു ഭേദമില്ലൊരിക്കലും എന്നല്ലോ മുന്നം പറഞ്ഞിരുന്നു. നിനക്കിന്നിതു തോന്നുവാൻ എന്തൊരു കാരണം. നിന്നുടെ പുത്രനു രാജ്യം തരാമല്ലോ ധന്യശീലേ. രാമൻ പോകേണമെന്തുണ്ടോ. ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്രാജയാ. രാമനാലേതും ഭയം നിനക്കുണ്ടാക. ഭൂമിപതിയായി ഭരതനിരുന്നാലും എന്നു പറഞ്ഞു കരഞ്ഞുപോയി ചെന്നുടൻ കാൽക്കൈ വീണു മഹീപാലനും. നേത്രങ്ങളും ചുവപ്പിച്ചു കൈകേയും ധാത്രീപതീശ്വരനോടു ചൊല്ലിയിടിനാൾ. ഭ്രാന്തനെന്നാകയോ ഭൂമിപതേ ഭവാൻ
ഭ്രാന്തിവാക്യങ്ങൾ ചൊല്ലുന്നതെന്തിങ്ങനെ? ഘോരങ്ങളായ നരകങ്ങളിൽ ചെന്നു ചേരും അസത്യവാക്യങ്ങൾ ചൊല്ലിയിടിനാൾ. പങ്കജനേത്രനാം രാമനുഷസ്സിന്നു ശങ്കാവിഹീനം വനത്തിനു പോകായിൽ എന്നുടെ ജീവനെ ഞാൻ കളഞ്ഞിടുവൻ. മന്നവൻ മുമ്പിൽ നിന്നില്ലൊരു സംശയം, സത്യസന്ധൻ ഭുവിരാജാ ദശരഥനെത്രയുമെന്നുള്ള കീർത്തി രക്ഷിക്കണം. സാധുമാർഗത്തെ വെടിഞ്ഞതു കാരണം യാതനാ ദുഃഖാനുഭൂതിയുണ്ടാകേണ്ട. രാമോപരിഭവാൻ ചെയ്ത ശപഥവും ഭൂമിപതേ വൃഥാമിഥ്യയാക്കിയിടോല. ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്ര ജയാ. കൈകേയി തന്നുടെ നിർബന്ധവാക്യവും രാഘവനോടു വിയോഗം വരുന്നതും ചിന്തിച്ചു ദുഃഖസമുദ്രേ നിമഗ്നനായി സന്താപമോടു മോഹിച്ചു വീണിടിനാൻ. പിന്നെയുണർന്നിരുന്നും കിടന്നും മകൻ തന്നെയോർത്തും കരഞ്ഞും പറഞ്ഞും സദാ രാമ രാമേതി രാമേതി പ്രലാപനം പ്രലാപേന യാമിനി പോയിതു വത്സരതുല്യയായി. ചെന്നാരരുണോദയത്തിനു സാദരം വന്ദികൾ ഗായകന്മാരെന്നിവരെല്ലാം മംഗളവാദ്യസ്തുതി ജയശബ്ദേന സംഗീതഭേദങ്ങൾ എന്നിവറ്റെ കൊണ്ടും പള്ളിക്കുറുപ്പുണർന്നീടിനോരന്നേരം. ഉള്ളിലുണ്ടായ കോപേന കൈകേയിയും ക്ഷിപ്രമവരെ നിവാരണവും ചെയ്താൾ. വിഭ്രമം കൈക്കൊണ്ടു നിന്നാരവർകളും. ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്ര ജയാ. അപ്പോൾ അഭിഷേക കോലാഹലാർത്ഥമായി തൽപുരമൊക്കെ നിറഞ്ഞു ജനങ്ങളാൽ. ഭൂമിദേവന്മാരും ഭൂമിപാലന്മാരും ഭൂമിസ്പൃശോ വൃക്ഷലാദി ജനങ്ങളും താപസവർഗവും കന്യകാവൃന്ദവും ശോഭ തേടുന്ന വെൺകൊറ്റക്കുടതഴ ചാമരം ശീതാലവൃന്ദം കോടി തോരണം ചാമീകരാഭരണാദ്യലങ്കാരവും വാരണ വാജിരഥങ്ങൾ പദാദിയും വാരനാരീജനം പൗരജനങ്ങളും ഹേമരത്നോജ്വല ദിവ്യസിംഹാസനം ഹേമകുംഭങ്ങളും ശാർദൂല ചർമ്മവും മറ്റും വസിഷ്ഠൻ നിയോഗിച്ചതൊക്കവേ കുറ്റമൊഴിഞ്ഞാച്ചു സംഭരിച്ചിടിനാൻ. ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്ര ജയാ. സ്ത്രീബാലവൃദ്ധാവതി പുരവാസികൾ ആബദ്ധ കൗതൂഹലാബ്ധി നിമഗ്നരായി രാത്രിയിൽ നിദ്രയും കൈവിട്ടു മാനസേ ചീർത്ത പരമാനന്ദത്തോടുമേവിനാൻ നമ്മുടെ ജീവനാം രാമകുമാരനെ. നിർമ്മല രത്നകിരീടമണിഞ്ഞതി രമ്യമകരായി മണിമണ്ഡല സമ്മുഗ്ധ ശോഭിത ഗണ്ഡസ്ഥലങ്ങളും കന്ദരരാജിത കൗസ്തുഭരത്നവും ബന്ധൂരാപം തിരുമാറുരുതരവും സന്ധ്യാഭ്രസന്നിഭ പീതാംബരാഭയും പൂഞ്ചേലമീതേ വിളങ്ങി മിന്നീടുന്ന കാഞ്ചന കാഞ്ചികളും തനുമധ്യവും കുംഭികുലോത്തമൻ തുമ്പിക്കരം കൊണ്ടു കുമ്പിട്ടു കൂപ്പി ഒരു കാണ്ഡങ്ങളും കുംഭീന്ദ്രമസ്തക സന്നിഭജാനുവും. ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്ര ജയാ. കമ്പം കലർന്നോ കമഠപ്രവരനും കുമ്പിടുന്നോരു പുറവടി ശോഭയും അംബോജതുല്യമാമംഗ്രീതലങ്ങളും ജംബാരിരത്നം തൊഴും തിരുമേനിയും ഹാരക കാടക വലയാങ്കുലിയാദി ചാരുതരാഭരണാവലിയും പൂണ്ടു വാരണവീരൻ കഴുത്തിൽ തിറത്തോടും ഗൗരാതപത്രം ധരിച്ചരികെ നിജ ലക്ഷ്മണനാകിയ സോദരൻ തന്നോടും ലക്ഷ്മി നിവാസനാം രാമചന്ദ്രം മുതാ കാണായി വരുന്നു നമുക്കിന്നീതം. മാനസതാരിൽ കൊതിച്ച നമുക്കെല്ലാം ക്ഷോണീപതി സുതനാകിയ രാമനെ കാണായി വരും പ്രഭാതേ പദനിർണയം. ചീർത്ത വിഷാദമോടൗത്സുഖ്യം ഉൾക്കൊണ്ടു മാർത്താണ്ഡദേവനെ കാണാഞ്ഞു നോക്കിയും പാർത്താനന്ദപൂർണാമൃതാബ്ധിയിൽ വീണു മുഴുകിയും പിന്നെയും പൊങ്ങിയും വാണിയിടിനാൻ പുരവാസികളാദരാൽ. ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്ര ജയാ. രാമാഭിഷേക ഭാഗമാണ് നമ്മൾ വായിച്ചത്. ഭരതൻ രാജാവായാലും
രാമനിൽ നിന്ന് നിനക്കൊരു ഭയവും ഉണ്ടാകില്ല. അതുകൊണ്ട് എന്ന് പറഞ്ഞ് കരഞ്ഞുകൊണ്ട് ദശരഥൻ കൈകേയിയുടെ കാൽക്കൽ വീടുകയാണ്. അപ്പോൾ കണ്ണുകളൊക്കെ ചുവപ്പിച്ചുകൊണ്ട് കൈകേയി രാജാവിനോട് പറയുന്നുണ്ട്, രാജാവേ, അങ്ങയ്ക്ക് ഭ്രാന്ത് പിടിച്ചോ? എന്താണ് ഇങ്ങനെ പറയാൻ കാരണം? കള്ളം പറഞ്ഞാൽ കൊടും നരകത്തിൽ ചെന്ന് വീഴും. അതുകൊണ്ട് നാളെ പ്രഭാതത്തിൽ തന്നെ ഭരതനെ വാഴിക്കുകയും ശ്രീരാമനെ 14 വർഷം വനവാസത്തിന് പറഞ്ഞേക്കും വേണം. ഇത് മുൻപ് തന്ന വാക്ക് പാലിക്കണം എന്നാണ്. ഈ ജീവിതത്തിൽ നമുക്ക് തരുന്നൊരു നിർദ്ദേശവും തത്വമാണ്. നമ്മൾ എന്തെങ്കിലും ഒരു സന്തോഷം വരുന്ന സമയത്ത് നമ്മൾ മറ്റുള്ളവർക്കൊരു വാക്ക് കൊടുത്താൽ ആ വാക്ക് പാലിക്കാൻ നമ്മളെപ്പോഴും ബാധ്യസ്ഥരാണ്. ദശരഥനെ പറ്റിയതും അതാണ്. സുരാസുര യുദ്ധം നടക്കുന്ന സമയത്ത് രഥത്തിൻ്റെ കീലകം വീഴുന്ന സമയത്ത് ആ യുദ്ധം കഴിയോളം കാത്തു നിന്നു, അതിനെ സംരക്ഷിച്ചുകൊണ്ട്. ആ കാര്യത്തിൽ കണ്ട സന്തോഷമാണ് 2 വരം കൊടുക്കാൻ കാരണം. നമ്മൾ സന്തോഷം വരുമ്പോഴും ദുഃഖം വരുമ്പോഴും നമുക്ക് സ്വയം ഒരു നിയന്ത്രണം ഉണ്ടായില്ലെങ്കിൽ വലിയ വലിയ ആപത്തുകൾ നമുക്ക് വരുമെന്ന് നമുക്ക് ഈ വരികളിലൂടെ രാമായണ തത്വം നമുക്ക് പറഞ്ഞു തരികയാണ്. അത് കഴിഞ്ഞ് ധാരാളം ഇതിന് രാജ്യാഭിഷേകത്തിന് വേണ്ട ഒരുക്കങ്ങളൊക്കെ കൂട്ടുകയും അങ്ങനെ കൂട്ടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് വാക്ക് പാലിക്കാൻ ഒരു രാജാവെന്ന രീതിയിൽ അങ്ങ് നിർബന്ധിതനാണെന്ന് പറയുകയും രാമൻ്റെ പേരിൽ ചെയ്ത സത്യം ഒരിക്കലും വെറുതെ അതൊരു കള്ളമാകരുതെന്നും അങ്ങനെ കൈകേയിയുടെ നിർബന്ധവും ശ്രീരാമനുമായുള്ള വേർപാടും ചിന്തിച്ച് ദുഃഖസമുദ്രത്തിൽ മുങ്ങിയ രാജാവ് ബോധം കെട്ട് വീഴുകയും പിന്നീട് ഉണരുകയും അങ്ങനെ ധാരാളം ഒരു മനുഷ്യൻ എന്തൊക്കെ ചെയ്യുമോ അതൊക്കെ ദശരഥനും അവിടെ ചെയ്യുന്നൊരു ഭാഗത്തിലാണ് നമ്മൾ വായിച്ച് നിർത്തിയിട്ടുള്ളത്. ഇനി നമുക്ക് വായിക്കേണ്ടത് വിച്ഛിന്നാഭിഷേക ഭാഗമാണ്. ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്രാജയ. അന്നേരമാദിത്യനുമൊദിച്ചിടിനാൻ മന്നവൻ പള്ളിക്കുറുപ്പുണിർന്നീലിന്നും എന്തൊരു മൂലമതിനെന്നു മാനസേ ചിന്തിച്ചു ചിന്തിച്ചു മന്ദമന്ദം തഥാ മന്ത്രിപ്രവരനാകുന്ന സുമന്ത്രരുമന്തപുരമകം ബുക്കാനതിദ്രുതം രാജീവമിത്രഗോത്രോത്ഭുതാ ഭൂപതേ രാജരാജേന്ദ്രപ്രവരാ ജയ ജയ. ഇത്തം നൃപനെ സ്തുതിച്ചു നമസ്കരിച്ചു താനവും ചെയ്തു വന്ദിച്ചു നിന്നപ്പോൾ എത്രയും ഖിന്നനായി കണ്ണുനീരും വാർത്തു പൃഥ്വിയിൽ തന്നെ കിടക്കും നരേന്ദ്രനെ. ചിത്താകുലതയാ കണ്ടു സുമദ്രരും സത്വരം കൈകേയി തന്നോടു ചോദിച്ചാൻ, ദേവനാരീ സമേ രാജപ്രിയതമേ ദേവീ കൈകേയി ജയ ജയ സന്തതം. ഭൂലോകപാലകൻ പ്രകൃതി പകരുവാൻ മൂലമെന്തോന്നു മഹാരാജവല്ലഭേ. ചൊല്ലുകെന്നോടെന്നു കേട്ടു കൈകേയും ചൊല്ലിനാളാശു സുമന്ത്രരോടന്നേരം. ധാത്രീപതീന്ദ്രനു നിദ്രയുണ്ടായില്ല രാത്രിയിലെന്നതു കാരണമാകയാൽ സ്വസ്ഥനല്ലാതെ ചമഞ്ഞിതു തന്നെ ചിത്തത്തിന് സ്വാതന്ത്ര്യത്വം ഭവിക്കയാൽ രാമരാമേതി രാമേതി ജപിക്കയും രാമനെ തന്നെ മനസ്സി ചിന്തിക്കയും ഉദ്യൽ പ്രജാകാര സേവയും ചെയ്യുകയാൽ അത്യന്തമാകുലനായിതു മന്നവൻ. രാമനെ കാണാഞ്ഞു ദുഃഖം നൃപേന്ദ്രനു രാമനെ ചെന്നു വരുത്തുക വൈകാതെ എന്നതു കേട്ടു സുമന്ത്രരും ചൊല്ലിനാൻ, ചെന്നു കുമാരനെ കൊണ്ടുവരാമല്ലോ. രാജവചനമാകർണ്യ ഞാനിക രാജീവലോചനെ പോകുന്നതെങ്ങനെ എന്നതു കേട്ടു ഭൂപാലനും ചൊല്ലിനാൻ, ചെന്നു നീ തന്നെ വരുത്തുക രാമനെ സുന്ദരനായോരു രാമകുമാരനം. നന്ദനൻ തന്മുഖം വൈകാതെ കാണേണം എന്നതു കേട്ടു സുമന്ത്രരുഴറിപ്പോയി ചെന്നു കൗസല്യാസുതനോടു ചൊല്ലിനാൻ, താതൻ ഭവാനയുണ്ടല്ലോ വിളിക്കുന്നു സാദരം വൈകാതെ എഴുന്നള്ളുക വേണം. മന്ത്രിപ്രവരവാക്യം കേട്ടു രാഘവൻ മന്ദേതരമവൻ തന്നോടുകൂടവേ സൗമിത്രിയോടും കരേറീരതോപരി പ്രേമവിവശനാം താതൻ മരുവിടും. മന്ദിരേ ചെന്നു പിതാവിൻ പദദ്വയം വന്ദിച്ചു വീണു നമസ്കരിച്ചിടിനാൻ. ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്രാജയ. രാമനെ ചെന്നെടുത്താലിംഗനം ചെയ്തവൻ ഭൂമിപനാശു സമുത്തായ സംഭ്രമാൽ ബാഹുക്കൾ നീട്ടിയ നേരത്തു ദുഃഖേന
മോഹിച്ചു ഭൂമിയിൽ വീണിതു ഭൂപനും. രാമരാമേതി പറഞ്ഞു മോഹിപ്പോരു ഭൂമിപനെ കണ്ടു വേഗേന രാഘവൻ. താതനെ ചെന്നെടുത്താശ്ലേപുഷവും ചെയ്തു സാദരം തൻ്റെ മടിയിൽ കിടത്തിയിടിനാൻ. നാരീജനങ്ങളതു കണ്ടനന്തരം ആരൂഢ ശോകം വിലാപം തുടങ്ങിനാൻ. രോദനം കേട്ടു വസിഷ്ഠമുനീന്ദ്രനും ഖേദേന മന്ദിരം ബുക്കിതു സത്വരം. ശ്രീരാമദേവനും ചോദിച്ചിതന്നേരം കാരണമെന്തോന്നു താത ദുഃഖത്തിനു നേരെ പറവീനറിഞ്ഞു വീരുന്നതും. ഈ നേരം പറഞ്ഞതു കേകയ പുത്രിയും കാരണം താത ദുഃഖത്തിനു നീ തന്നെ പാലിൽ സുഖം ദുഃഖമൂലമല്ലോ നൃണാം. ചേതസി നീ നിരൂപിക്കിലേതുമിതിനി താതനു ദുഃഖനിവൃത്തി വരുത്തുവാൻ. ഭർത്തൃദുഃഖോപശാന്തിക്കു കിഞ്ചിൽ ത്വയാ കർത്തവ്യമായൊരു കർമ്മമെന്നായി വരും. സത്യവാദി ശ്രേഷ്ഠനായ പിതാവിനെ സത്യപ്രതിജ്ഞനാക്കിയിടുക നീതു ചിത്തഹിതം നൃപതീന്ദ്രനു നിർണയം. പുത്രരിൽ ജ്യേഷ്ഠനാകുന്നതു നീയല്ലോ, രണ്ടുവരം മമ ദത്തമായിട്ടുണ്ടു പണ്ടു നിൻ താതനാൽ സന്തുഷ്ട ചേതസാ. ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്ര ജയ. അങ്ങനെ രാജാവ് ഉണരാഞ്ഞത് മനസ്സിലായിട്ട് മന്ത്രിയായ സുമന്ത്രര് വേഗം അന്തഃപുരത്തിലേക്ക് പോവുകയാണ്. അങ്ങനെ അന്തഃപുരത്തിൽ പോയി സൂര്യവംശജനായ രാജാവെ, രാജാക്കന്മാർ ശ്രേഷ്ഠനായിട്ടുള്ളവനെ ജയിച്ചാലും, ഇങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ടാണ് അഭിസംബോധന ചെയ്യുന്നത്. അങ്ങനെ എന്താണ് രാജാവ് എഴുന്നേൽക്കാത്തതിൻ്റെ കാരണമെന്ന് കണ്ണുനീര് വാർത്തുകൊണ്ട് തറയിൽ കിടക്കുന്ന രാജാവിനെ മനോവിഷമത്തോടെ സുമന്ത്രര് കണ്ടിട്ട് പെട്ടെന്ന് തന്നെ കൈകയോട് ചോദിക്കുകയാണ്, ദേവന്മാരുടെ ദേവനാരിക്ക് തുല്യമായ രാജപ്രിയായ ആ കൈകേയി ജയിച്ചാലും രാജാവിൻ്റെ ഭാവം മാറാൻ എന്താണ് കാരണം? മഹാരാജ വല്ലഭേ, എന്നോട് പറയൂ. ഇത് കേട്ട് കൈകേയി പറയുന്നുണ്ട്, ഇന്നലെ രാത്രി രാജാവ് തീരെ ഉറങ്ങിയിട്ടില്ല. അതിന് കാരണം മനസ്സിന് അസ്വസ്ഥതയായിരുന്നു. കാരണം രാമ 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 എന്നിങ്ങനെ വിളിച്ചുകൊണ്ടാണ് സങ്കടപ്പെട്ട് കിടക്കുകയാണ് ചെയ്തത്. അതുകൊണ്ട് രാത്രി ഉറങ്ങാൻ വേണ്ടി സാധിച്ചില്ലെന്ന് പറയുകയാണ്. സുമന്ത്രര് വേഗം അതുകൊണ്ട് നീ എത്രയും പെട്ടെന്ന് പോയി ശ്രീരാമനെ വിളിക്കണമെന്ന് പറയുകയും അങ്ങനെ സുമന്ത്രര് ശ്രീരാമനെ വിളിക്കാൻ പോകുന്ന ഭാഗത്തിലാണ് നമ്മൾ ഇന്ന് വായിച്ചു നിർത്തിയത്. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. കരചരണകൃതം വാ കായജം കർമ്മജം വാ ശ്രവണനയനജം വാ മാനസം വാപരാധം വിഹിതമവിഹിതം വാ സർവമേതക്ഷമസ്വ. ശിവ ശിവ കരുണാബ്ദേ ശ്രീ മഹാദേവ ശംഭോ.